വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ.എം. വിജയനെ സഹായിക്കാമെന്ന കോൺഗ്രസിന്റെ ഉറപ്പ് പാഴ്വാക്കായി എന്ന് ഇന്നലെ എൻ.എം. വിജയന്റെ കുടുംബം നമ്മളോട് പറഞ്ഞിരുന്നു. എൻ.എം. വിജയന്റെ മകൻ വിജേഷും അഭിഭാഷകനും തമ്മിലുള്ള ഫോൺ സംഭാഷണം അല്പസമയം മുമ്പ് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. ആശുപത്രിയിൽ അടയ്ക്കാൻ പോലും പണമില്ലെന്നും നൽകാമെന്ന് പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ കൈയൊഴിയുകയാണെന്നും വിജേഷ് പറയുന്നുണ്ട്. വിജേഷിന്റെ ഭാര്യ പത്മജ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പത്മജ, നമസ്കാരം. പത്മജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പത്മജ, വിജേഷ് ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് വിജേഷിന്റെ അവസ്ഥ? ഇപ്പോഴും കുഴപ്പമില്ല. സ്ട്രോക്ക് വന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും സംസാരിക്കാനൊക്കെ ആൾക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നലെ പത്മജ സംസാരിച്ചതിനു ശേഷം രാത്രിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ഈ വിഷയം എടുത്തിരുന്നു. അതിനുശേഷം ടി സിദ്ദീഖ് MLA എന്നെ ഇന്നലെ രാത്രി ഒരു 10:30 വിളിച്ചു. അപ്പോൾ ടി സിദ്ദീഖ് MLA 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പത്മജ അറിയിക്കുകയാണ്. അതിലൊന്ന്, ആശുപത്രിയിലെ ഈ 1.5 ലക്ഷം രൂപയുടെ ചെലവും താൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് ടി സിദ്ദീഖ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് വ്യക്തിപരമായി അതിനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു. അതിൻ്റെ പേരിൽ ബില്ലടയ്ക്കാൻ ഇനി നിങ്ങളെ ആശുപത്രി അധികൃതർ വിളിക്കില്ല എന്നാണ് ടി സിദ്ദീഖ് എനിക്ക് ഉറപ്പ് നൽകിയത്. ആ ഉറപ്പിൽ പത്മജ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആശങ്ക മാറിയല്ലോ അല്ലേ? അതെ, അത് സാറിന് തന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഇത്രയും ഒരു എമൗണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം വേണമായിരുന്നോ? അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ എന്നുള്ളത് ടി സിദ്ദീഖ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ നേരിട്ട് സംസാരിച്ചത് വൈകാരികമായി സംസാരിച്ചാൽ ടി സിദ്ദീഖിനൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, 2 പ്രധാനപ്പെട്ട കടങ്ങൾ പാർട്ടി ഇടപെട്ട് എഴുതിത്തള്ളി എന്നാണ് ടി സിദ്ദീഖ് പറയുന്നത്. മീൻസ് പാർട്ടി ഏറ്റെടുത്തു എന്നാണ്. ഒന്ന് അഹല്യയിലുണ്ടായിരുന്ന കടവും പിന്നീട് ബിസിനസ് സംരംഭത്തിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപയോ മറ്റോ പാർട്ടി തന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ശരിയാണോ? അതായത് കരാറിൽ പറയുന്നത് ഭാഗികമായി അവർ നടപ്പാക്കി എന്നാണ് ടി സിദ്ദീഖ് MLAയും പാർട്ടിയും പറയുന്നത്. പത്മജ, 20 ലക്ഷം രൂപ അഹല്യയിൽ നിന്ന് അച്ഛൻ എൻ്റെ പേരിലായിരുന്നു ലോൺ എടുത്തത്. കാരണം അച്ഛൻ്റെ പ്രായവും അച്ഛൻ്റെ സിവിൽ സ്കോറും വെച്ചിട്ട് ബാങ്ക് ട്രാൻസാക്ഷനും വെച്ചിട്ട് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ബിസിനസ് ലോണായിട്ട് 20 ലക്ഷം രൂപ അച്ഛൻ എടുത്തിരുന്നത്. അത് 20 ലക്ഷം രൂപ എടുത്തിരുന്നത് 14 ലക്ഷം രൂപ ഞങ്ങൾ തന്നെ അടച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. ആ 14 ലക്ഷം രൂപയിൽ അവരത് സംസാരിച്ച് 10 ലക്ഷം രൂപയാക്കി, 4 ലക്ഷം വീണ്ടും കുറച്ച് 10 ലക്ഷം രൂപയാക്കി അവരത് അടച്ചു തീർത്തു. പിന്നെ ഉള്ളത് 20 ലക്ഷം രൂപ അവരെന്തിനു തന്നു എന്നാണ് പറയുന്നത്? 10 ലക്ഷം രൂപ ചെക്കായിട്ട് തന്നിട്ടുണ്ട്. അത് ഓരോ കടങ്ങൾ വീട്ടാനാണ് തന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ കൊടുത്തത് 2.5 കോടി രൂപയാണ്. പിന്നെ അവരെവിടെയാണ് ഭാഗികം എന്ന് പറയുന്നത്? 2.5 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ എവിടെയാ സാറേ ആവുക? ബാധ്യതയുണ്ടായിരുന്നു. അതിൽ മൊത്തം കണക്കുകൾ പരിശോധിച്ചാൽ 10 ചെക്കായിട്ട് തന്നു. 10 ലക്ഷം രൂപ അഹല്യയിൽ ലോൺ അടച്ചു തീർത്തു. അങ്ങനെ 30 ലക്ഷം രൂപ. ഇനിയിപ്പോൾ ചികിത്സയ്ക്കുള്ള 1.5 ലക്ഷം കൂടെ കൂടി നോക്കിയാൽ 31.5 ലക്ഷം രൂപയായിരിക്കും. അത് കൊടുത്താൽ 31 ലക്ഷം രൂപ മാത്രമാണ് പാർട്ടി കണക്കുകൾ കൃത്യമായി പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത്. 2.5 കോടിയിൽ ബാക്കി 2 കോടി 20 ലക്ഷം രൂപ ഇപ്പോഴും പെൻഡിങ് ആണ് അല്ലേ? അതെ, ഈ 2 കോടി 20 ലക്ഷം രൂപ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അച്ഛൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിരുന്നു ഇത് എടുത്തിരുന്നതെങ്കിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ടി വരില്ല. എവിടെയെങ്കിലും ഒരാൾ ഇങ്ങനെ പൈസ സ്വന്തം ആവശ്യത്തിന് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അതെവിടെയും അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പേഴ്സണൽ ജ്വല്ലറികൾ പോലും കൊണ്ടുപോയി പണയം വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അത്ര ചെയ്തിട്ടും ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പത്മജിയോട് ഈ കാര്യം ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് വ്യക്തത വന്നു. അതിൽ 30 ലക്ഷം രൂപ മാത്രമേ തന്നിട്ടുള്ളൂ. 2 കോടി 20 ലക്ഷം രൂപ ഇനിയും 10 ലക്ഷം രൂപ അന്ന് DCCയുടെ DCC അന്ന് കെട്ടിടോദ്ഘാടനത്തിന്റെ സമയത്ത് പ്രശ്നമായ സമയത്ത് 10 ലക്ഷം രൂപ അവർ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ചെക്കായിട്ട് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു റെസ്പോൺസും ഇല്ലാതെ ഞങ്ങൾ പിന്നെയും അന്ന് മീഡിയയിൽ പ്രശ്നമായ സമയത്ത് വീണ്ടും അവർ 10 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. ആ 10 ലക്ഷം രൂപയുടെ ചെക്ക് തരുന്നതും കോഴിക്കോട് DCC അതിൻ്റെ ചെക്കാണ് അവർ തരുന്നത്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ പൈസ മാറി എടുത്തതും. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ.
ഞങ്ങൾ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവർ ക്യാഷായിട്ട് തരാനല്ല പറയുന്നത്, എല്ലാം പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം ബാങ്ക് ഇടപാടുകളാണ്. ഈ ബാങ്ക് ഇടപാടുകളിൽ ഈ പൈസ തന്ന് ഞങ്ങളുടെ പ്രശ്നം ഭാഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഇത് ഭാഗികമാവുന്നത്? അപ്പോൾ ഈ പണം നേരിട്ട് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും ആ കടക്കാർക്ക് പണം കൊടുത്താൽ മതി അല്ലേ? അതെ, ഞങ്ങളുടെ പട്ടയങ്ങൾ അത് അച്ഛൻ വെച്ചിരിക്കുന്ന ആ ബാധ്യതകൾ ബാങ്ക് ഇടപാടുകൾ അവർ തീർത്ത് തന്നാൽ മതി, അല്ലാതെ ഞങ്ങൾക്ക് ക്യാഷായിട്ട് അവർ തരണ്ട. ബാങ്ക് ഇടപാടുകൾ അവർക്ക് തീർത്ത് തരാലോ. അത് തീർത്ത് തരുമെന്നല്ലേ ഇവർ ഉറപ്പ് പറഞ്ഞത്? NM വിജയന്റെ എല്ലാ ബാധ്യതകളും തീർത്ത് തരുന്ന ഉറപ്പ് തന്നതല്ലേ? അത് വെട്ടി കുറച്ച് വീട് മാത്രമേ ചെയ്തു തരുള്ളൂ, വീടിൻ്റെ പട്ടയം മാത്രമേ ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ പുറത്താണ് എഗ്രിമെൻ്റ് സൈൻ ചെയ്തത്. ആ എഗ്രിമെൻറ്റും ഇപ്പം കാണാനില്ല. അതാണ് അവസ്ഥ. ഈ പാർട്ടി ചതിക്കുകയായിരുന്നു എന്ന തോന്നലാണോ പത്മജ ഇപ്പോഴുള്ളത്? അതെ, തീർച്ചയായും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. കാരണം അന്ന് ആദ്യം തന്നെ അച്ഛൻ്റെ കത്ത് പുറത്തു വന്ന സമയത്ത് എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. അന്തവും കുന്തവും ഇല്ലാത്ത ഫാമിലി, അന്ന് ഞങ്ങൾ അത്രയും ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും ഉപസമിതി രൂപീകരിച്ച് അവർ ഞങ്ങളെ വീട്ടിൽ വന്നപ്പം ഇരു കൈയും കൂട്ടി ഞങ്ങൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉപസമിതിയിലുള്ള ആൾക്കാർ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ നിങ്ങളെ കാണും, എന്തായി എന്ന് ചോദിക്കും, പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം അവരെന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചു, ഒന്നുകൂടെ പറ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അങ്ങനെ പറയുള്ളൂ. എന്നിട്ടാണ് ഇവർ മാധ്യമങ്ങളെ കാണുന്നത്. ഞങ്ങൾ വിശ്വസിച്ചു. അന്ന് സണ്ണി ജോസഫ് എന്താ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും കൊണ്ട് അടുത്ത ദിവസം തന്നെ എന്നെ വന്ന് കാണണമെന്ന്. ഞങ്ങൾ പൊട്ടന്മാരെ പോലെ ഇവരുടെ വാക്കും വിശ്വസിച്ച് ബത്തേരി സകലമാന അച്ഛൻ്റെ ഇടപാടുകളുള്ള സ്ഥലത്ത് നടന്ന് എല്ലാ രേഖകളും ശേഖരിച്ച് അവരെ വിശ്വസിച്ച് ഞങ്ങൾ ഇരുട്ടിയിൽ വരെ പോയി. പിന്നെ അവരെന്താ കാണിച്ചത്? ഒരു കോൾ എടുക്കുന്നില്ല. എന്നാലും ഞങ്ങൾ പ്രശ്നങ്ങൾക്ക് പോകണ്ട, വിശ്വസിക്കാം, എങ്ങനെങ്കിലും തീരട്ടെ, നമുക്ക് തരാമെന്ന്, മൊത്തം തരാമെന്ന്, എല്ലാ പ്രശ്നങ്ങളും തീർക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ അതിനെ വെട്ടി ചുരുക്കി വളരെ കുറഞ്ഞൊരു എമൗണ്ടിലാക്കി അതിന് സമ്മതിച്ചവരാണ് ഞങ്ങൾ. ബാക്കി ഞങ്ങളുടെ എന്തെങ്കിലും സ്ഥലങ്ങൾ വിറ്റ് പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തോളാം എന്ന് വിചാരിച്ച് ഒരു പ്രശ്നത്തിന് പോവാത്ത ആൾക്കാരായിരുന്നു. അങ്ങനത്തെ ഞങ്ങളെ വീണ്ടും ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവിനെ ഒരു രോഗിയാക്കി മാറ്റിയത് അവരല്ലേ? അച്ഛൻ മരിക്കുന്നവരെ നല്ലോണം ജോലിക്ക് പോയി സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നില്ലേ? അതിനൊക്കെ ആര് സമാധാനം പറയും?